നാല് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും വേണം നീ രക്ഷപ്പെടണമെങ്കിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും ഉണ്ടെങ്കിലേ നീ രക്ഷപ്പെടത്തുള്ളൂ. അതിനെന്താ ചെയ്യണ്ടേ? അള്ളാഹുടെ സഹായം കിട്ടി, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കിട്ടി. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നിനക്ക് ഉണ്ടാകണം. വീട് വെച്ചാലും വണ്ടി എടുത്താലും പെണ്ണ് കെട്ടിയാലും വസ്തു വാങ്ങിയാലും കച്ചവടം തുടങ്ങിയാലും അള്ളാന്റെ തൃപ്തിയും വേണം, മുത്തുനബിയുടെ തൃപ്തിയും വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നു മോനെ, എടാ പൊന്നാര ചങ്ങാതി, വീട് വെക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഓതിപ്പിക്കും. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സഹായം വേണോ? ഖുർആൻ ഓത്. പള്ളിയിലെ ഉസ്താദിനെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീയെങ്കിലും ഇരുന്നിട്ട് ഒരു യാസീൻ ഓതടാ മോനെ. വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ്, കച്ചവടം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതടാ. കാരണം എന്തെന്നറിയോ? ഖുർആനിൽ 114 സൂറത്തുണ്ട്. പക്ഷേ മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, മൗലിദിന് പോയാലും യാസീൻ, എവിടെ പോയാലും യാസീൻ. എന്താ യാസീന്റെ പ്രത്യേകത? യാസീന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. യാസീൻ ഓതുന്നത് പടച്ചവനെ എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം എന്ന് നിയത്ത് ചെയ്തിട്ട് ഓതിയ ബർക്കത്തുണ്ടാകും. പടച്ചവനെ എന്റെ വണ്ടി, പടച്ചവനെ എന്നെ അപകടങ്ങളെ തൊട്ട് നീ കാക്കണം, യാസീൻ ഓതിയ അതിനുണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ യാസീന്റെ പ്രത്യേകത, അതാണ് യാസീന്റെ പ്രത്യേകത. എടാ, മരിച്ച് മുതിയങ്ങ പള്ളിയുടെ ഖബർസ്ഥാനി കിടക്കുന്ന നിന്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ യാസീൻ ഓതിയ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മുത്തുനബിയുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയും സഹായവും നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം, യാസീൻ ഓതണം. യാസീൻ ഓതിയില്ലെങ്കിലും ഒരു ഇഖ്ലാസ് എങ്കിലും ഓതു മോനെ, ഒരു ഫാത്തിഹയെങ്കിലും ഓത്, ഒരു സൂറത്തെങ്കിലും നീ ഓത്. ആ ഓതുന്നതിലൂടെ അള്ളാന്റെ തൃപ്തിയും കിട്ടി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും നിനക്ക് ലഭിക്കുകയാണ്. അള്ളാഹ് നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ? മുത്തുനബി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഒന്ന്, ഏത് നല്ല കാര്യവും ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള, 2 റകഅത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അറിവുള്ളവരോട് ചോദിക്ക്, മുശാവറ ചെയ്ത് വഅംറുഹും ശൂറാ ബൈനഹും, നീ അറിവുള്ളവരോട് ചോദിക്കാതെ നീ ചെയ്യരുത്. 3, അല്ലാഹുവിന്റെ തൃപ്തി നേടണേ, അല്ലാഹുവിന്റെ സഹായം നേടണേ. അതിനുള്ള എളുപ്പ വഴി ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, എന്തെങ്കിലും ഒന്ന് സദഖ കൊടുക്ക്. 4, പ്രവാചകന്റെ തൃപ്തി വേണം, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ സഹായിക്കണം. അതിനുള്ള വഴി എന്ത്? ഖുർആൻ ഓത്, സൂറത്തു യാസീൻ ഓത്, സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദതൈൻ ഓത്. അതിലൂടെ മുത്തുനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു കഴിഞ്ഞു, മുത്തുനബി കഴിഞ്ഞു. ആദ്യത്തെ കാര്യം എന്തെന്നറിയോ? ഉമ്മാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, വാപ്പാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. മാതാപിതാക്കളുടെ തൃപ്തിയും ദുആയും നീ വാങ്ങിയാ നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3ാമത്തെ 5ാമത്തെ കാര്യം വാപ്പാന്റെ ഉമ്മാന്റെ അടുക്കലും പോയി പറഞ്ഞിട്ട് പറയണം ദുആ ചെയ്യാൻ. വീടിന്റെ മുന്നിൽ ഒരു പുതിയ